എങ്ങനെയാണ് ഒരു മൃഗം ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ സഹായിക്കുന്നത്? മൃഗങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അവക്ക് മനുഷ്യരുടെ വളരെ നല്ല അധ്യാപകരാകാൻ കഴിയും. പക്ഷേ ഒരാൾ തൻ്റെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾ മുഴുവൻ ആ മൃഗങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാനുഷികമായ രീതിയിലാണ് അയാൾ തൻ്റെ സങ്കല്പങ്ങൾ ആ മൃഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ, അതിനാൽ നിങ്ങൾ ഒരു മൃഗത്തെ നോക്കുമ്പോൾ നിങ്ങളുടെ കഥകളില്ലാതെയും നിങ്ങൾ വിശ്വസിച്ചു പോരുന്ന നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടേതായ ഭാവനകളും മൃഗത്തിന്മേൽ അടിച്ചേൽപ്പിക്കാതെയും ആ മൃഗത്തെ ശരിക്കും നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ആ നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ സ്വന്തം മൃഗസ്വഭാവത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം ശാരീരിക വ്യക്തിത്വത്തെക്കുറിച്ചും നിങ്ങൾക്ക് വളരെയധികം പഠിക്കാൻ കഴിയും. അതിനാൽ തന്നെ ആ രീതിയിൽ മൃഗങ്ങളുടെ സഹവാസം തികച്ചും നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗപ്രദമാകും. എന്നാൽ ആ ഉപയോഗം പലപ്പോഴും ഏകപക്ഷീയമായ ഉപയോഗം മാത്രമാണ്. കാരണം മൃഗവും നമ്മുടെ സഹവാസം അതിന് ഉപയോഗപ്രദമാണെന്ന് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. മൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ വളർത്തുന്ന പൂച്ചകളും നായ്ക്കളും ഒഴികെ മിക്ക മൃഗങ്ങളും മനുഷ്യന്റെ സഹവാസം ശരിക്കും ആസ്വദിക്കുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ മൃഗങ്ങളിൽ നിന്ന് പഠിക്കുന്നത് മികച്ചതാണെന്നും അവ നമുക്ക് വളരെ ഉപയോഗപ്രദമാണെന്നും പറയുമ്പോൾ, തിരിച്ച് നമ്മൾ വളർത്തുന്ന മൃഗത്തിന് നമ്മൾ ഒരുപോലെ ഉപയോഗപ്രദമാണോ എന്നും നമ്മൾ സ്വയം ചോദിക്കണം. പക്ഷേ അറ്റാച്ച്മെന്റ് എന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമേ അല്ല. ഒരിക്കലും അങ്ങനെയല്ല. അത് സ്നേഹത്തിൽ നിന്ന് അത്രയേറെ അകലെയാണ് നിൽക്കുന്നത്. സ്നേഹവും മോചനവും, ലവ് ആൻഡ് ലിബർട്ടി ഒന്നിച്ചാണ് പോകുന്നത്, പറ്റി നിൽക്കലും മോചനവുമല്ല. ഓക്കെ.